നമ്മൾ എത്ര നിസ്കരിച്ചു നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാണല്ലോ. പക്ഷേ ഞങ്ങളെ നിസ്കാരം അല്ലാഹ് ഖബൂൽ ചെയ്തിട്ടുണ്ടോ? എന്നാൽ എനിക്ക് പറയാൻ പറ്റില്ല, ഒരാൾക്കും പറയാൻ പറ്റില്ല. എന്നാൽ ഞങ്ങളെ നിസ്കാരം അല്ലാഹ് കബൂൽ ചെയ്തോ ഇല്ലേ അതറിയാൻ ദുനിയാവിൽ അല്ലാഹ് ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഒരു നേരത്തെ നിസ്കരിച്ചു, ആ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം എന്റെ റിച്വൽ പ്രയറായ നിസ്കാരത്തെ അല്ലാഹു കബൂൽ ചെയ്തിട്ടുണ്ടോ ഇല്ലേ? ഉസ്താദെ അതൊന്നും അറിയില്ലല്ലോ ഉസ്താദെ. അറിയില്ല, പക്ഷെ അത് അറിയാൻ ഒരു വഴി അല്ലാഹ് വെച്ചിട്ടുണ്ട്. ആ വഴി എനിക്കുണ്ട്, ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ പുരുഷന്മാർക്കുണ്ട്, ഉമ്മമാർക്കുണ്ട്, സഹോദരിമാർക്കുണ്ട്. എന്താണ് ആ വഴി? വേഗം പറയൂ ആ വഴിയൊന്ന് പറയൂ. കാരണം നാളിതുവരെ ഞങ്ങൾ നിസ്കരിച്ചിട്ടുണ്ട്. ഈ നിസ്കാരം റബ്ബ് സ്വീകരിച്ചോ ഇല്ലേ? ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് നമുക്കൊന്ന് അറിയണ്ടേ. അതിനാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത്, ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. തീർച്ചയായും ഞാൻ സ്വീകരിക്കുന്ന നിസ്കാരം ഏതാണെന്നറിയോ? നിങ്ങൾ എങ്ങനെങ്കിലും നിസ്കരിച്ചാ പോരാ. എന്റെ ഭാഷയിൽ പറയും അർദ്ധം ബർദ്ധം നിസ്കാരം എന്നത്. അങ്ങനെ അർദ്ധം ബർദ്ധം നിസ്കരിച്ചാ പോരാ. ഞാൻ സ്വീകരിക്കുന്ന നിസ്കാരമാകണമെങ്കിൽ ആ നിസ്കാരം ഞാൻ സ്വീകരിച്ചോ ഇല്ലേ അതറിയാൻ ഒരു വകുപ്പുണ്ട്. എന്താണ് വകുപ്പ്? തൻഹാ, ആ നിസ്കാരം വിരോധിക്കുന്നു, അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, തെമ്മാടിത്തരത്തിൽ നിന്ന് നിസ്കരിച്ചവനെ മാറ്റി നിർത്തുന്നു. നിസ്കാരം കഴിഞ്ഞു. ആ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒരന്യപ്പെണ്ണിനെ നോക്കണമെന്ന് ചിന്തിച്ചുവോ? എന്നാൽ അതിനു മുമ്പ് നിസ്കരിച്ച നിസ്കാരം അല്ലാഹ് സ്വീകരിച്ചില്ല എന്നാ അതിന്റെ അർത്ഥം. ഒരു തെറ്റ് ചെയ്യാൻ ഒരു ചിന്ത വരുന്നുണ്ടോ? എന്നാൽ അല്ലാഹ് സ്വീകരിക്കുന്ന കണ്ടീഷനിലുള്ള നിസ്കാരമായിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. കാരണം ഒരാൾ റബ്ബ് സ്വീകരിക്കുന്ന നിസ്കാരം നിസ്കരിച്ചു എങ്കിൽ അവൻ പിന്നെ തെറ്റ് ചെയ്യൂല. ഈ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോ നമ്മുടെ നിസ്കാരത്തിന്റെ കഥ എന്താ? കാരണം നിസ്കരിക്കുന്നവൻ തന്നെ തെമ്മാടിത്തരം ചെയ്യാണ്, നിസ്കരിക്കുന്നവൻ തന്നെ തെറ്റുകളിലേക്ക് വഴുതി വീഴുകയാണ്, നിസ്കരിക്കുന്നവൻ തന്നെ തെറ്റുകളിലേക്ക് ചാടി വീഴുകയാണ്. അപ്പെന്താ? ഓനെ തെറ്റിൽ നിന്ന് ഈ നിസ്കാരം മാറ്റി നിർത്താൻ മാത്രം പ്രാപ്തമല്ല എന്നല്ലേ അതിന്റെ അർത്ഥം? യഥാർത്ഥ നിസ്കാരം, റബ്ബ് സ്വീകരിക്കുന്ന നിസ്കാരം, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, തെമ്മാടിത്തരത്തിൽ നിന്നും തോന്നിവാസങ്ങളിൽ നിന്നും അനാശ്വാസ പ്രവണതകളിൽ നിന്നും ഈ റിച്വൽ പ്രയർ ഓഫർ ചെയ്ത മനുഷ്യനെ അല്ലാഹു അതിൽ നിന്ന് മാറ്റി നിർത്തും. ഞങ്ങളെ നിസ്കാരം എങ്ങനെയായിട്ടുണ്ടോ? ഇവിടെ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയാണ്, കാന റജുലുൻ, ശരിക്കും കേൾക്കണേ, ഉൾക്കൊള്ളണേ, ഒരു പുരുഷൻക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ശരിക്കും നമുക്കൊക്കെ ഉപകരിക്കുന്ന ഒരു സംഭവമാണിത്. ഒരു പുരുഷൻ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. എന്താണ് സ്വഭാവം? യുസല്ലിൽ ഖംസ മഅൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അയാള് 5 നേരം നബി തങ്ങളോട് കൂടെയല്ലാതെ നിസ്കരിക്കാറില്ല. എപ്പോഴും 5 നേരവും മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ അണിനിരന്ന് സ്വഹാബത്തിന്റെ കൂടെ നിസ്കരിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ അയാളിൽ ഒരു ദുസ്വഭാവമുണ്ട്, ഒരു ചീത്തയായ സ്വഭാവമുണ്ട്. അതെന്താണ്? ثم لا يدع شيئا من الفواحش إلا ارتكبه. ഏത് തെറ്റ് ചെയ്യാനുള്ള ഒരു അവസരം അയാളെ മുന്നിലെത്തിപ്പെട്ടാൽ അയാൾ അത് ചെയ്യും. എങ്ങനെ? 5 വഖത്ത് നിസ്കാരം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നിൽ നിന്ന് നിസ്കരിക്കും. പക്ഷേ ഏത് തെറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടിയാൽ ആ തെറ്റങ്ങ് ചെയ്യുകയും ചെയ്യും. രണ്ടുമാ, നിസ്കരിക്കുന്ന ആളുമാണ്, തെറ്റ് ചെയ്യുന്ന ആളുമാണ്. അയാളെ പരാതി പറഞ്ഞു, അയാളെ കുറിച്ച് കംപ്ലൈന്റ് പറഞ്ഞു നേതാവിനോട്. ഫഅഖ്ബറൂ അന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിദാലിക. തങ്ങളെ
നമ്മളെ മദീനത്തെ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നവരെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള ഒരാളുണ്ട്. ഹബീബായ തങ്ങളോട് പരാതി പറഞ്ഞു. എന്താണ് അയാളെ സ്വഭാവം? 5 നേരം സുബ്ഹി അടക്കം, ശരിക്കും കേട്ടോ, സുബ്ഹി അടക്കം 5 നേരം നിസ്കാരത്തിന് തങ്ങളെ പിന്നിൽ നിന്ന് നിസ്കരിക്കുന്നയാളാണ്. പക്ഷേ നിസ്കാരം കഴിഞ്ഞങ്ങ് പോയാൽ ഏത് തെറ്റുള്ള സ്ഥലത്ത് അവിടെ ഉണ്ടാവും. വ്യഭിചാരം നടക്കുന്നുണ്ടോ അവിടെ അയാൾ ഉണ്ടാവും. മദ്യപാനം നടക്കുന്നുണ്ടോ അവിടെ അയാൾ ഉണ്ടാകും. കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടോ അവിടെ അയാൾ ഉണ്ടാകും. ഏത് തോന്നിവാസത്തിൽ അയാൾ ഉണ്ടാവും. ഇയാൾ എന്താണെന്ന് മനസ്സിലാകുന്നില്ല നിങ്ങള്. കാരണം നല്ലത് തങ്ങളെ കൂടെ പിന്നിൽ നിന്ന് 5 നേരം നിസ്കരിക്കാണ്ട് ജമാഅത്തായി. എന്നാൽ തിന്മ ചെയ്യുന്ന സ്ഥലത്ത് അവിടെയും ഉണ്ടാകൂ. ഇയാളെ ഞങ്ങൾക്ക് പിടികിട്ടുന്നില്ല. ഫഖാല, നേതാവല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നേതാവിന്റെ സ്വഭാവമല്ലേ നമ്മുടെ എല്ലാ നേതാക്കന്മാർക്കും വന്നിട്ടുള്ളത്, വിശിഷ്യ ഉസ്താദവരികൾക്ക് വന്നിട്ടുള്ളത്. ഇങ്ങോട്ട് എന്ത് വിഷയം വന്നാലും അങ്ങോട്ട് തിരിച്ച് അതേ നാണയത്തിൽ പ്രതികരിക്കുന്ന സ്വഭാവമില്ല. ഞാനിവിടെ വന്നപ്പോ ഒന്നിനും കൊള്ളാത്തവനാണല്ലോ ഈ സാധുവായ ഞാൻ. എന്നെ എന്തിനു പറ്റൂ? ഒന്നിനു പറ്റൂലല്ലോ. പക്ഷെ ഞാനിവിടെ വന്നപ്പോ നമ്മളെ സഈദ് സഖാഫി ഉസ്താദ്, അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ, എന്നാൽ എന്നോട് ചോദിച്ചു, വഅദിന്റെ മുമ്പാണോ ഭക്ഷണം കഴിക്കുക അതല്ല വഅദിന് ശേഷമാണോ? ഞാൻ പറഞ്ഞു വഅദിന്റെ ശേഷമാണ്. എന്നിട്ട് ഉസ്താദ് റൂമിൽ വന്നു. ഉസ്താദിനെ കാണാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ അവിടെ നിന്ന് ഉസ്താദിന്റെ അടുത്ത് പോയി. അവിടുന്ന് കൈ ചുംബിച്ചു, അടുത്തിരുന്നു. എന്നിട്ട് ഭക്ഷണം കൊടുത്തില്ലേ, വാദ തുടങ്ങണ്ടേ? അപ്പൊ നമ്മുടെ സഈദ് ഉസ്താദ് പറഞ്ഞു, നേരെ വാദ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കൂ എന്നാ പറഞ്ഞത്. പക്ഷേ എന്നെ ഉസ്താദ് ഉപദേശിച്ചു. എനിക്ക് പഠനരംഗത്ത് വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു, ഉസ്താദിന്റെ ശിഷ്യത്വം സ്വീകരിക്കണമെന്നത്. പക്ഷേ അത് എനിക്ക് സാധിച്ചില്ലെങ്കിലും ഉസ്താദ് ഇന്ന് റൂമിലിരുത്തി എന്നെ ഉപദേശിച്ചൊരു ഉപദേശമുണ്ട്. ആ ഉപദേശം എന്റെ ജീവിതകാലത്ത് മുഴുവനും എന്റെ ആരോഗ്യം സൂക്ഷിക്കാൻ എനിക്ക് എന്റെ ഉസ്താദവരികൾ ഉപദേശിച്ചതുപോലെ ഞാൻ മുഖവിലക്കെടുക്കുന്നു. ഉസ്താദ് എന്നോട് പറഞ്ഞു, വാല് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുന്ന സ്വഭാവം ഇന്ന് മുതൽ നിർത്തണം. ഞാൻ നശിഞ്ഞതിങ്ങനെയാണ്, എന്റെ ആരോഗ്യം ക്ഷീണിച്ചതിങ്ങനെയാണ്. കാരണം ഞാൻ വാല് കഴിഞ്ഞതിന് ശേഷമേ ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നുള്ളൂ. അതേ സമയത്ത് വാലിന് മുമ്പ് ഭക്ഷണം കഴിക്കണം. കാരണം ഭക്ഷണം കഴിച്ചാൽ അത് ജീർണിക്കണ്ടേ, അത് ജീർണിക്കണമെങ്കിൽ ശരീരം ഇളകണ്ടേ. അപ്പൊ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് വാല് പറയുന്നതെങ്കിൽ ശരീരം നന്നായി ഇളകൂ. അപ്പൊ വാല് പറയുമ്പോഴേക്ക് ജീർണിക്കും. പിന്നെ വാലും കഴിഞ്ഞ് സ്വല്പം എന്തെങ്കിലും പലഹാരം ഫ്രൂട്ട്സ് കഴിച്ച് അങ്ങ് ഉറങ്ങിയാൽ മതി, നല്ല റാഹത്തുണ്ടാകും. അതേ സമയത്ത് വാല് കഴിഞ്ഞതിന് ശേഷമാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജീർണിക്കാൻ നേരമുണ്ടാകില്ല, ഉറങ്ങുകയല്ലേ. ഉസ്താദ് ആരോഗ്യം ശ്രദ്ധിക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞു. ഞാനത് മുഖവിലക്കെടുത്തു. എന്നിട്ട് ഉസ്താദ് പറഞ്ഞു, ഇന്ന് മുതൽ സിറാജുൽ ഉദയിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ. ഇന്ന് വാല് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം പോയി ഭക്ഷണം കഴിക്കൂ. അല്ലാഹു ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അവിടുത്തെ നേതൃത്വം ദീർഘകാലം സാധുക്കളായ നമുക്ക് കനിഞ്ഞേകുമാറാവട്ടെ. ഇരിക്കട്ടെ, ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ മടങ്ങുകയാണ്. ഹബീബായ തങ്ങളോട് പരാതി പറഞ്ഞപ്പോ തങ്ങൾ എന്താ പറഞ്ഞെന്നറിയോ? ഇന്ന സ്വലാത്തഹു, അയാളെ കുറിച്ച് നിങ്ങൾ അങ്ങനെ പരാതി പറയണ്ട. അയാള് 5 നേരം നിസ്കരിക്കുന്ന സമയത്ത് തങ്ങളെ പിന്നിലുണ്ടാവുന്നല്ലേ പറഞ്ഞത്, എന്റെ പിന്നിലുണ്ടാവുന്നു. എന്നാൽ ഏത് തെറ്റു ചെയ്യുമ്പോഴും അവിടെയും മൂപ്പറുണ്ടാവുന്നല്ലേ പറഞ്ഞത്. ഇനിമേൽ അയാളെ കുറിച്ച് നിങ്ങൾ എന്റെ അടുത്ത് വന്ന് പരാതി പറയരുത്. യു മസ്റ്റ് നോട്ട് സേ കംപ്ലൈന്റ് അബൌട്ട് ഹിം. അയാളെ കുറിച്ച് നിങ്ങൾ എന്റെ അടുത്ത് വന്നിട്ട് പരാതി പറയരുത്. എന്തേ കാരണം അറിയോ? കാരണം ഇന്ന സ്വലാത്തഹു, അയാളെ നിസ്കാരമുണ്ടല്ലോ, തൻഹാഹു യൗമാ, ഒരു ദിവസം ഈ തെറ്റുകളിൽ നിന്ന് മുഴുവനും അയാളെ മാറ്റി നിർത്തൂ. ഇന്നയാള് തെറ്റ് ചെയ്യുന്നു ശരിയാണ്, പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ, നാളല്ലെങ്കിൽ മറ്റന്നാള്, അതല്ലെങ്കിൽ പിറ്റന്നാള്, ഏത് നാളാകട്ടെ, എന്നെങ്കിലും ഒരു ദിവസം ഈ നിസ്കാരത്തിന്റെ ബറക്കത്ത് കൊണ്ട് അയാള് തെറ്റിൽ നിന്ന് മാറി നിൽക്കൂ. ഫലം യൽബസ് അൻതാബ, കുറെ കാലമൊന്നും കഴിഞ്ഞില്ല, ഉടനെ തന്നെ മഹാന്റെ ജീവിതത്തിൽ ഒരു സംഭവം
സംഭവം നടന്നു. അയാള് തൗബ ചെയ്തു. കണ്ടോ, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്ക് അയാൾ തൗബ ചെയ്തു. വഹസുന ഹാലുഹു, നല്ല ഹാലാണ് പിന്നെ മൂപ്പറത്, നല്ല അവസ്ഥയാണ് പിന്നീട്. ഫഖാല, ഇതും കൂടി തങ്ങളടുത്ത് പോയി പറഞ്ഞു, നബിയേ അവിടുന്ന് പറഞ്ഞതുപോലെ സംഭവിച്ചു. അയാളെ ഇപ്പോൾ ഇബാദത്തിൽ മാത്രമേ കാണുന്നുള്ളൂ, തെറ്റുകളിൽ അയാളെ കാണുന്നില്ല. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലം അഖുൽ ലക്കും ഇന്ന സ്വലാത്തഹു തൻഹാഹു യൗമൻ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ സ്വഹാബത്തെ, ഒരു ദിവസമല്ലെങ്കിൽ വേറെ ഒരു ദിവസം, ഇന്ന സ്വലാത്തഹു തൻഹാഹു യൗമൻ, ഒരു ദിവസം അയാളെ ഈ നിസ്കാരം ഈ തെറ്റുകളിൽ നിന്ന് മുഴുവനും മാറ്റി നിർത്തും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ. ഇമാം സാലബി റളിയല്ലാഹു അൻഹു ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇത് നമുക്ക് ജീവിതത്തിൽ പാഠം ഉൾക്കൊള്ളേണ്ട ഒരു സംഭവമാണ്. നിസ്കാരം നന്നായി നിസ്കരിച്ചാൽ, അതിന്റെ രസം നമുക്ക് കിട്ടിയാൽ പിന്നീട് തെറ്റ് ചെയ്യാൻ അവസരമുണ്ടാകൂല. തത്തുല്യമായ വേറെ ഒരു സംഭവം പറയട്ടെ. ഇമാം നൈസാബൂരി തങ്ങളെ നുസുഹയിൽ രേഖപ്പെടുത്തിയ സംഭവമാണ്. അന്ന റജുലൻ, ഒരു മനുഷ്യൻ, റാവദ ഇംറഅതൻ അൻ നഫ്സിഹാ, ഒരു പെണ്ണിനെ തെറ്റു ചെയ്യാൻ ക്ഷണിച്ചു. ഒരു മനുഷ്യന്റെ കഥയാണ് ഇമാം നൈസാബൂരി തങ്ങൾ നുസുഹയിൽ രേഖപ്പെടുത്തിയതാണ്. അതിനെ ഇമാം അബ്ദുറഹ്മാൻ സഫൂരി തങ്ങൾ അവിടുത്തെ നുസുഹത്തുൽ മജാലിസ് വ മുൻതഖബുൻ നഫായിസിൽ കൊണ്ടുവന്നതാണ്. ഒരു മനുഷ്യന്റെ കഥയാണ്. റാവദ ഇംറഅതൻ, ആ മനുഷ്യൻ എന്ത് ചെയ്തു? അൻ നഫ്സിഹാ, ഒരു പെണ്ണിനെ തെറ്റ് ചെയ്യാൻ ക്ഷണിച്ചു. ഈ പെണ്ണെന്ത് ചെയ്തു എന്നറിയോ? ഫഅഖ്ബറത് സൗജഹാ ബിദാലിക, ഇക്കാര്യം നേരെ തന്റെ ഭർത്താവിനോട് പോയി പറഞ്ഞു. ഇന്നാലിന്ന ചെറുപ്പക്കാരനില്ലേ, മറ്റയാളെ മോനില്ലേ, അയാൾ എന്റെ അടുത്ത് വന്ന് തെറ്റ് ചെയ്യാൻ എന്നെ ക്ഷണിച്ചു. നേരെ പോയി പരാതി പറഞ്ഞത് ആരോടാ? ഭർത്താവിനോടാണ്. ഫഖാല ഖൂലി, സുബ്ഹാനല്ലാഹ്, നിങ്ങളോട് വന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? വേണ്ട, നിങ്ങളെ കാര്യം മാറ്റി നിർത്താ, എന്നോട് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? പക്ഷേ ഈ ഭർത്താവ് പറഞ്ഞു, ഫഖാല ഖൂലി, ഓ അങ്ങനെ പറഞ്ഞോ, തെറ്റ് ചെയ്യാൻ വേണ്ടി നിന്നെ വിളിച്ചോ? ആ അങ്ങനെ ചെയ്തു അല്ലേ? എന്നാ നീ ഒരു കാര്യം ചെയ്യണം, നീ ഓനോടൊന്ന് പറയോ. എന്താ പറയേണ്ടത്? അവനോട് നീ പോയി പറയണം, സ്വല്ലി ഖൽഫ സൗജി 40 സ്വബാഹാ, ഞാൻ നീ തെറ്റു ചെയ്യാൻ വിളിച്ചില്ലേ, ഞാൻ വരാം, എന്റെ ശരീരം ഞാൻ നിനക്ക് സമർപ്പിക്കാം. പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം, വിത്ത് ഒരു കണ്ടീഷൻ. ഒരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ നീ ചെയ്താൽ, നീ നിർവഹിച്ചാൽ എന്റെ ശരീരം ഞാൻ നിനക്ക് സമർപ്പിക്കാം. എന്താണ് കണ്ടീഷൻ? എന്റെ ഭർത്താവിനൊരു സ്വഭാവമുണ്ട്. ഈ പെണ്ണിനോട് പറയാണ് ഭർത്താവ്, എന്റെ ഭർത്താവിന് ഒരു സ്വഭാവമുണ്ട്. സുബഹി നിസ്കാരം കൃത്യമായി നിസ്കരിക്കും, 5 നേരത്തെ നിസ്കാരം നിസ്കരിക്കും. നീ ഒരു കാര്യം ചെയ്യണം, ഒരു 40 ദിവസം എന്റെ ഭർത്താവിന്റെ പിന്നിൽ നിന്ന് സുബഹി നിസ്കരിക്കണോ? കേട്ടല്ലോ, 40 ദിവസം എന്റെ ഭർത്താവിന്റെ പിന്നിൽ നിന്ന് നീ സുബഹി നിസ്കരിക്കണം. എന്നാൽ 41ാമത്തെ ദിവസം എന്റെ ശരീരം ഞാൻ നിനക്കു തരാം. നിനക്ക് വേണ്ടത് ഞാൻ റെഡിയാണ്. ഫഖാലത്ത് ലഹു, ഈ ഭാര്യ പോയിട്ട് ഭർത്താവ് പറഞ്ഞതുപോലെ തെറ്റ് ചെയ്യാൻ വേണ്ടി ക്ഷണിച്ച ആ ചെറുപ്പക്കാരനോട് പോയി പറഞ്ഞപ്പോ ഫഖാല ഫഫഅല, ഇയാൾ അങ്ങനെ തന്നെ ചെയ്തു. 40 ദിവസം ഈ പെണ്ണിന്റെ ഭർത്താവിന്റെ പിന്നിൽ നിന്ന് സുബഹി നിസ്കരിച്ചു. 40 ദിവസം കഴിഞ്ഞപ്പോ സുമ്മ ദഅതുഹു ഇലാ നഫ്സിഹാ, ഈ പെണ്ണ് അങ്ങോട്ട് പോയി പറഞ്ഞു, 40 ദിവസം എന്റെ ഭർത്താവിന്റെ പിന്നിൽ നിന്ന് നിസ്കരിച്ചല്ലോ, വാ നമുക്ക് തെറ്റു ചെയ്യാം. ഇതങ്ങ് പറഞ്ഞപ്പോ ഫഖാല, നേരത്തെ തെറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ട ഇയാളിൽ മാറ്റം വന്നുപോയി. കാരണം എന്താ? ഈ പെണ്ണിന്റെ ഭർത്താവിന്റെ പിന്നിൽ നിന്ന് 40 ദിവസം സുബഹി കൃത്യമായും നിസ്കരിച്ചവനാ. 41ാമത്തെ ദിവസം അങ്ങോട്ട് പോയി തെറ്റ് ചെയ്യാൻ വാ എന്ന് വിളിച്ചപ്പോ ഈ മനുഷ്യൻ പറയാണ്, ഇന്നി തുബ്തു ഇലല്ലാഹി അസ്സ വജല്ല, എന്നെ അതിന് കിട്ടൂല, ഈ തെറ്റ് ചെയ്യാൻ എന്നെ കിട്ടത്തില്ല. കാരണം എന്താ? ഞാൻ അല്ലാഹുവിലേക്ക് തൗബ ചെയ്തിരിക്കുന്നു.
ചെയ്ത തെറ്റുകളിൽ നിന്ന് മുഴുവനും എന്റെ കുറ്റകരമായ തെറ്റുപൂർണമായ ആലോചനകളിൽ നിന്ന് വരെ ഞാൻ അല്ലാഹുവിലേക്ക് പശ്ചാത്താപം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതങ്ങ് പറഞ്ഞപ്പോ ഫഅഖ്ബറത് സൗജഹാ, ഈ ഭാര്യ പോയി ഭർത്താവിനോട് സംഭവം പറഞ്ഞു. 40 ദിവസം നിസ്കരിച്ചല്ലേ, ഞാൻ അയാളെ തെറ്റിലേക്ക് വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞു എന്നെ കിട്ടൂല, കാരണം ഞാൻ അല്ലാഹുവിലേക്ക് തൗബ ചെയ്തിട്ടുണ്ട്. ഫഖാല, ഈ ഭർത്താവ്, ഈ വഴി പറഞ്ഞുകൊടുത്ത ഭർത്താവ് ഭാര്യയോട് പറയാണ് സ്വദഖല്ലാഹുൽ അദീം. അല്ല പറഞ്ഞത് ശരിയല്ലേ? കണ്ടില്ലേ, ഇപ്പോ അല്ല പറഞ്ഞത് സത്യമായല്ലോ. എന്താ സത്യം? ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നിസ്കാരമെന്നത് ഒരു മനുഷ്യനെ പൂർണ്ണമായും തെറ്റിൽ നിന്ന് മാറ്റി നിർത്തുന്നു എന്നത് നിനക്കറിഞ്ഞുവല്ലോ. അപ്പൊ വളരെ ഗുരുതരമായ വിഷയമാണ്. അതുകൊണ്ട് ഒരു നേരം നിസ്കാരം പോലും